ഹൃദയം സ്വർഗീയമായിടും. ആംചെയർ ഫിലോസഫേഴ്സ് എന്നൊരു കൂട്ടമുണ്ട്. അവരുടെ പ്രത്യേകത, അവർ വലിയ കാര്യങ്ങളൊക്കെ ആലോചിക്കും, ആ കാര്യങ്ങൾ അവർ പറയും. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളും അവർ പ്രാക്ടിക്കലി കൊണ്ടുവരികയില്ല. അത് യാഥാർത്ഥ്യമായി വലിയ ലോജിക്കൽ കണക്ഷനൊന്നും കാണില്ല. ഇന്ന് യേശു ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇങ്ങനെ ആംചെയർ ഫിലോസഫേഴ്സിനെയാണ്. യേശുവിൻ്റെ കാലത്തെ ആംചെയർ ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത് നിയമജ്ഞരും ഫരിസേയരുമാണ്. അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. കാര്യം ഈ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം, പക്ഷെ അവരുടെ ജീവിതവുമായി ഒരു ബന്ധമൊന്നുമില്ല. കാരണം അവരുടെ വാക്കും അവരുടെ പ്രവൃത്തിയും നമ്മൾ യോജിച്ചു പോകുന്നില്ല. ഇത് അധികാരത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമുള്ള സുവിശേഷ ഭാഗമായി നമ്മൾ ഒതുക്കരുത്. ഏതെങ്കിലുമൊക്കെ ഒരു വകുപ്പിൽ നോക്കിയാൽ നമ്മളെല്ലാവരും ആരുടെയൊക്കെയോ ഡിക്റ്റേറ്റേഴ്സായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കിൽ നമുക്ക് എന്തുമാത്രം ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എത്രയോ പ്രാവശ്യം മനോഹരമായ ചിന്തകൾ നമ്മളൊക്കെ പറയുന്നുണ്ട്, മനോഹരമായ വാക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ ഈ വാക്കുകളും ചിന്തകളും ജീവിക്കാൻ എന്തുമാത്രം നമുക്ക് സാധിക്കുന്നു? എല്ലാ മനുഷ്യരുടെയും ഏറ്റവും വലിയ കണ്ണുനീര് തന്നെയാണ് നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങൾ ജീവിക്കാൻ സാധിക്കാതെ പോകുന്നു. ഈ തപസ്സുകാലം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഐ ഓപ്പണിംഗ് ആണ്. ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി ജീവിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ യേശു ഫരിസേയരെയും നിയമജ്ഞരെയും സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ പോലെ ഒരുപക്ഷെ നാളെ നമ്മളുടെ പേരും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?